നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് കുന്നത്തുമുകളിൽ കുട്ടികൾക്ക് ക്രിക്കറ്റ് ബാറ്റും ബോളും സമ്മാനിച്ച് നിയുക്ത MLA ഗീതാ ഗോപി. വള്ളിശ്ശേരി ശ്രീ കുട്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുതിയ തലമുറയ്ക്കായി പള്ളിപ്പുറം വായനശാല ഒരുക്കിയ വേനൽക്കാല വായനാ കളരി ക്യാമ്പ് രണ്ടാം ദിനം പിന്നിട്ടു. കുട്ടികളുടെയും നാട്ടുകാരുടെയും സജീവ പങ്കാളിത്തം ക്യാമ്പിനെ ശ്രദ്ധേയമാക്കി. വാർത്തകൾ വിശദമായി. ചേർപ്പ് കുന്നത്തുമുകളിൽ കുട്ടികൾക്ക് ക്രിക്കറ്റ് ബാറ്റും ബോളും സമ്മാനിച്ച് നിയുക്ത MLA ഗീതാ ഗോപി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിയായ ഗീതാ ഗോപിയോട് കുട്ടികൾ ക്രിക്കറ്റ് ബാറ്റും ബോളും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചാണ് ക്രിക്കറ്റ് ബാറ്റും ബോളും നിയുക്ത MLA സമ്മാനിച്ചത്. CPI ലോക്കൽ സെക്രട്ടറി PS അനന്ത്, VM വിനോദ്, അരുൺ ഘോഷ്, സുഭാഷ്, മോഹൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയില് ഈ മേഖലയിൽ ഞാൻ സ്വീകരണം ഏറ്റുവാങ്ങാൻ എൻ്റെ സഖാക്കളരികിൽ എത്തിയപ്പോഴാണ് എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ പരിചയപ്പെടുന്നത്. സ്വീകരണം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടി കയറുന്ന സമയത്താണ് എന്നെ പിറകിൽ നിന്ന് വിളിച്ചത്. നിശങ്കും മാനവും, ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, ബാറ്റൊന്നുമില്ല, ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഓക്കെയാണ്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട സാധനമായിട്ട് വരും. പക്ഷെ അത് ഫോളോ ചെയ്ത മിടുക്കന്മാരാണ് അവർ. വാക്കുകൾ പ്രകടമാക്കാം, പക്ഷെ അത് യാഥാർത്ഥ്യത്തിൽ എത്തണം അല്ലെ? അതിന് ഞാൻ മാതൃകയാവണ്ടേ? നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. വള്ളിശ്ശേരി ശ്രീ കുട്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ ശ്രീ വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്രം ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വാസസ്ഥലം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പേരുടെ ചോർച്ച കണ്ടാൽ മനസ്സിലായി ശൈലിച്ച് വരുന്നവരെങ്ങനെ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആ ഒരു ചെറിയൊരു തോന്നലുണ്ട്. അപ്പോൾ അതും കൂടി നേരെയാക്കാനായിട്ട് നമ്മൾ ഉത്സാഹിച്ച് അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ എന്നുള്ള മനസ്സിൽ വിചാരിച്ച് സാധാരണ നിലയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഒരു പരിധി നിശ്ചയിക്കാറുണ്ട്. ഇത്ര കാലത്തിനുള്ളിൽ ഒരു കൊല്ലത്തിനും 2 കൊല്ലത്തിനും നമ്മൾ വിചാരിക്കും. നമുക്കിപ്പോൾ മൂപ്പരെ നടക്കുന്നിട്ടല്ലേ പറയണേ, കഴിയുന്നതും വേഗം ഞങ്ങളത് സമർപ്പിച്ചോളാം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ ആ കാലാവധി ഒന്നും വെക്കണ്ട, കഴിയുന്നതും വേഗം. അപ്പോൾ നമുക്ക് വേഗമാക്കി തരട്ടെ. 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ടൊക്കെ നമ്മൾ വാഗ്ദാനം കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യണ്ട. മൂപ്പർക്കറിയാം, ആൾക്കറിയാം എപ്പോൾ കഴിയുന്നുള്ളത്. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നതാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് നന്നാവാനായിട്ടും അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള മനസ്സിൽ വിചാരിച്ച് ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനുഗ്രഹത്തോട് വിട്ട് നമുക്ക് തുടങ്ങാം. പുതിയ തലമുറയ്ക്കായി പള്ളിപ്പുറം വായനശാല ഒരുക്കിയ വേനൽക്കാല വായനാ കളരി ക്യാമ്പ് രണ്ടാം ദിനം പിന്നിട്ടു. കുട്ടികളുടെയും നാട്ടുകാരുടെയും സജീവ പങ്കാളിത്തം ക്യാമ്പിനെ ശ്രദ്ധേയമാക്കി. അക്ഷരങ്ങളുടെ കരുത്തുള്ള പുതിയ തലമുറയ്ക്കായാണ് പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ 3 ദിവസത്തെ വായനാ കളരി സംഘടിപ്പിച്ചത്. വൈവിധ്യമാർന്ന പരിപാടികളായിരുന്നു ശനിയാഴ്ച നടന്ന രണ്ടാം ദിന ക്യാമ്പിന്റെ പ്രത്യേകത. രാവിലെ തുടക്കമിട്ട നാടക കളരി പഠനത്തിന് വൈകിട്ടോടെ തുടർച്ചയായ പരിശീലനമാണ് നൽകിയത്. നാടക നടൻ TK ബിജുകുമാർ പരിശീലന ക്ലാസ് നയിച്ചു. നാടകാഭിനയത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പകർന്ന് നൽകുന്നതിനായി പരിശീലനം സാധിച്ചു. തുടർന്ന് ഹസ്രചിത്ര നിർമ്മാണ സാധ്യതകൾ, മാജിക് വിദ്യകളും അവയിലെ ശാസ്ത്ര തത്വങ്ങളും എന്ന വിഷയങ്ങളിൽ പ്രത്യേക ക്ലാസ് നടന്നു. അനിൽ പരക്കാട് ആണ് ക്ലാസ് നയിച്ചത്. വൈകിട്ട് മലയാള ഭാഷാ സൗന്ദര്യം എന്ന വിഷയത്തിൽ TV ശിവൻ നൽകിയ ചിന്തകൾ കുട്ടികളിൽ മാതൃഭാഷയുടെ പ്രാധാന്യം പകരുന്നതായിരുന്നു. വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ, വിനോദയാത്ര എന്നിവയോടെ 3 ദിവസത്തെ വേനൽക്കാല വായന കളരി ക്യാമ്പിന് സമാപനമാകും. കവി മുല്ലനെഴിയുടെ 78ാം ജന്മദിന സ്മൃതിയായ കാഴ്ചയുടെ കവിതാ ആഘോഷത്തിന് ജന്മനാടായ അവണിശ്ശേരിയിൽ പരിസമാപ്തി. മനം നിറയും കവിതകളാൽ മലയാണ്മയെ പുണർന്ന കവിക്കുള്ള സമർപ്പണമായി കാഴ്ചയുടെ കവിത.
കവി മുല്ലനേഴിയുടെ 78ാം ജന്മദിനാഘോഷമായി ജന്മനാട് ഒരുക്കിയതായിരുന്നു 2 ദിനം നീണ്ട കാഴ്ചയുടെ കവിത. മുല്ലനേഴി ഫൗണ്ടേഷനും അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കും അവണിശ്ശേരി വികസന ജനകീയ സമിതിയുമായിരുന്നു സംഘാടകർ. സമാപന ദിവസമായ ശനിയാഴ്ച അവണിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ മുല്ലനേഴി കവിതകളുടെ സംഗീതാവതരണം നടന്നു. ഡോക്ടർ KT ശ്രീജയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സാധകം സംഗീതാലയമാണ് പരിപാടി അവതരിപ്പിച്ചത്. നൌഷാദ് നയിച്ച കീബോർഡിന്റെ താളത്തിൽ അജയ ഘോഷ്, സി തിയോ, മിത്രവിന്ദ, ദിയ, ഇതൾ പ്രദീപ് എന്നിവർ മുല്ലനേഴി കവിതകളും ഗാനങ്ങളും ആലപിച്ചു. കവി ഡോക്ടർ C രാവുണ്ണി അദ്ദേഹം തയ്യാറാക്കിയ കവിതാ സമാഹാരമായ പ്രകാശനം ചെയ്തു. കാവ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായ മുല്ലനേഴിയുടെ സ്മരണയ്ക്കായി കവിതാ സമാഹാരം മുല്ലനേഴിയുടെ കുടുംബത്തിന് അദ്ദേഹം സമർപ്പിച്ചു. മുല്ലനേഴിയുടെ സിനിമാ സഞ്ചാരങ്ങളെ ആസ്പദമാക്കി സുരേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പ്രകാശനവും പ്രദർശനവും ചടങ്ങിൽ ഒരുക്കിയിരുന്നു. തുടർന്ന് മുല്ലനേഴി അഭിനയിച്ച പിറവി എന്ന സിനിമ പ്രദർശനത്തോടെ ജന്മനാട് ഒരുക്കിയ കാഴ്ചയുടെ കവിതയ്ക്ക് പരിസമാപ്തിയായി. VD സതീശൻ മുഖ്യമന്ത്രിയായുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച അധികാരമേൽക്കാനിരിക്കെ ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ വിജയാഹ്ലാദം. പടിഞ്ഞാട്ടുമുറി ടീം UDF ആണ് വിജയാഹ്ലാദം ഒരുക്കിയത്. ഞായറാഴ്ച വൈകിട്ട് ചേർപ്പ് ഹെർബർട്ട് കനാൽ സെന്ററിൽ നിന്നാണ് വിജയാഹ്ലാദം തുടങ്ങിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, 17ാം വാർഡ് മെമ്പർ PH ഉമ്മർ, 19ാം വാർഡ് മെമ്പർ സുജിത് കുമാർ, മജീദ് മുത്തുള്ളിയാൽ, DCC ജില്ലാ സെക്രട്ടറി KK അശോകൻ എന്നിവർ വിജയാഹ്ലാദത്തിന് നേതൃത്വം നൽകി. DJ സംഗീതത്തിന്റെ അകമ്പടിയോടെ ഹെർബർട്ട് കനാലിന് സമീപത്ത് നിന്ന് ആരംഭിച്ച വിജയാഹ്ലാദം പടിഞ്ഞാട്ടുമുറിയിൽ സമാപിച്ചു. പ്രമുഖ നേതാക്കൾക്കൊപ്പം നിരവധി പ്രവർത്തകരും വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി പൊക്കുളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ ഓടിച്ചിരുന്ന ആൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. ഏങ്ങണ്ടിയൂർ സ്വദേശി ഊണുങ്ങൽ സുരേഷിന്റെ മകൻ അരുണാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന വാടാനപ്പള്ളി പാപ്പുണ്ണി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മണ്ണാമ്പുറത്ത് ഭവിൻ ബാബു, വാടാനപ്പള്ളി ബീച്ച് റോഡിൽ താമസിക്കുന്ന കാര്യാട്ട് രാജൻ മകൻ ശ്രീരാഗ്, ഇടശ്ശേരി പുളിയംതുരുത്ത് സ്വദേശി വാക്കാട്ട് ആശ്രിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃത്തല്ലൂർ സഹചാരി ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഓടിച്ചിരുന്ന ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ വാടാനപ്പള്ളി എക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അരുണിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച രാത്രി 10ഓടെയായിരുന്നു അപകടം. ചാവക്കാട് മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച അഞ്ഞൂർ സ്വദേശികളായ 3 യുവാക്കൾ അറസ്റ്റിൽ. അഞ്ഞൂർ മുട്ടിൽ 30 വയസ്സുള്ള ജിതിൻ രവീന്ദ്രൻ, 27 വയസ്സുള്ള മങ്കട വീട്ടിൽ രാഹുൽ, കോറങ്ങാട്ട് 28 വയസ്സുള്ള മൃദുൽ എന്നിവരെയാണ് ചാവക്കാട് SHO NS രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് പഞ്ചാരമുക്കിലെ തച്ചപ്പുള്ളി നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പ്രതികൾ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത്. 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് 9 ഗ്രാമും 410 മില്ലിഗ്രാമും തൂക്കമുള്ള വള പണയം വയ്ക്കാൻ 3 പേരും സ്ഥാപനത്തിലെത്തിയത്. സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ മനോജ് തച്ചപ്പുള്ളി സ്വർണ്ണവള മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതികളെ മുറിയിലെ പുറത്തുനിന്നും പൂട്ടിയിട്ടു. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി 3 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികളെ റിമാൻഡ് ചെയ്തു. ദേശീയപാതയുടെ കാളമുറി സെന്റർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നിയുക്ത MLA KK വത്സരാജ്. ദേശീയപാത 66 നിർമ്മാണ കമ്പനി അധികൃതരോടാണ് നിയുക്ത MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കാളമുറിയിൽ ദേശീയപാത 66-ലെ ഗതാഗത ക്രമീകരണം യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയെന്ന പരാതിയെ തുടർന്നാണ് നിയുക്ത MLA KK വത്സരാജ് സ്ഥലം സന്ദർശിച്ചത്. കാളമുറിയിലെത്തിയ അദ്ദേഹം ദേശീയപാത നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. തുടർന്ന് അദ്ദേഹം കാളമുറി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. 2 ആഴ്ചയ്ക്കകം പണികൾ പൂർത്തിയാക്കുമെന്ന് കമ്പനി അധികൃതർ നിയുക്ത MLAക്ക് ഉറപ്പു നൽകി. വാർഡ് മെമ്പർ അൻസാമോൾ, പൊതുപ്രവർത്തകരായ MD സുരേഷ്, KN സജീവൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ കാറ്റിൽ മതിലകം കൂളിമുട്ടത്ത് വീടിന് മുകളിൽ തെങ്ങ് വീണു. കൂളിമുട്ടം നാണൻ മെമ്മോറിയൽ വായനശാലയ്ക്ക് സമീപം മുണ്ടേങ്ങാട്ടിൽ പത്മാഷിയുടെ വീടാണ് ഭാഗികമായി തകർന്നത്.
കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം. ശക്തമായ കാറ്റിൽ കടപുഴകിയ തെങ്ങ് വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ അടുക്കള ഉൾപ്പെടെയുള്ള ഭാഗം ഭാഗികമായി തകർന്നു. അപകട സമയത്ത് പത്മാക്ഷി വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KC ഗിരീഷ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. ഗ്രാമിന് 14,385 രൂപ, പവന് 1,15,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് കുന്നത്തുമുകളിൽ കുട്ടികൾക്ക് ക്രിക്കറ്റ് ബാറ്റും ബോളും സമ്മാനിച്ച് നിയുക്ത MLA ഗീതാഗോപി. വള്ളിശ്ശേരി ശ്രീ കുട്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുതിയ തലമുറയ്ക്കായി പള്ളിപ്പുറം വായനശാല ഒരുക്കിയ വേനൽക്കാല വായനാ കളരി ക്യാമ്പ് 2ാം ദിനം പിന്നിട്ടു. കുട്ടികളുടെയും നാട്ടുകാരുടെയും സജീവ പങ്കാളിത്തം ക്യാമ്പിനെ ശ്രദ്ധേയമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.